भाषा जिस माध्यम के द्वारा मनुष्य बोलकर या सुनकर या लिखकर या पढ़कर अपने मन के भाव या विचारों को दूसरों तक पहुंच जाता है उस माध्यम को हम ഭാഷ कहते हैं. അതായത് ഏതൊരു മാധ്യമത്തിൽ കൂടിയാണോ മനുഷ്യൻ പറഞ്ഞോ അല്ലെങ്കിൽ കേട്ടോ മറ്റൊരാൾ പറയുന്നത് കേട്ടോ അല്ലെങ്കിൽ എഴുതിയോ അല്ലെങ്കിൽ വായിച്ചോ തൻ്റെ മനസ്സിലെ ഭാവങ്ങൾ അല്ലെങ്കിൽ വിചാരങ്ങൾ മറ്റൊരാളിൽ എത്തിക്കുന്നത് ആ മാധ്യമത്തെയാണ് ഭാഷ എന്ന് നമ്മൾ പറയുന്നത്. അതായത് ആശയവിനിമയത്തിന് ഉപയോഗിക്കുന്ന ആ മാധ്യമം അതിനെയാണ് ഭാഷ എന്ന് പറയുന്നത്. അത് പറഞ്ഞിട്ടാവാം, അല്ലെങ്കിൽ മറ്റൊരാൾ പറയുന്നത് കേട്ടിട്ടോ അല്ലെങ്കിൽ വായിച്ചിട്ടോ, അങ്ങനെയൊക്കെ നമുക്ക് ആശയവിനിമയത്തിൻ്റെ മാധ്യമമായിട്ട് നമുക്ക് ഭാഷ ഉപയോഗിക്കാൻ കഴിയും. നമ്മൾ ബോലി, ഉപഭാഷ, ഭാഷ, രാഷ്ട്രഭാഷ ഇതൊക്കെ ഭാഷാവിജ്ഞാനിൽ കേൾക്കുന്നുണ്ട്. അതെന്താണ് എന്നാണ്. ബോലി ബോൽചാൽ മേ പ്രയുക്ത ഭാഷാ കെ രൂപ കോ ഹം ബോലി കഹത്തെ ഹെ. സംസാര ഭാഷയായി പ്രയോഗിക്കുന്ന അല്ലെങ്കിൽ ഉപയോഗിക്കുന്ന ഭാഷയുടെ രൂപത്തെയാണ് നമ്മൾ ബോലി എന്ന് പറയുന്നത്. ഇത് അച്ചടി ഭാഷയിൽ നിന്നും വ്യത്യസ്തമായിരിക്കും എന്ന് നമുക്കറിയാം. അതായത് പുസ്തകത്തിലൊക്കെ എഴുതുകയും വായിക്കുകയും ചെയ്യുന്നത് പോലെയല്ല നമ്മൾ പറയുന്നത്. ബോലി കിസി ഭാഷ കാ സീമിത രൂപ ഹോത്താ ഹെ. ബോലി എന്നത് ഒരു ഭാഷയുടെ പരിമിതമായ രൂപമാണ്. ബോലി കാ ക്ഷേത്ര സീമിത ഹോത്താ ഹെ. ഈ ബോലി സംസാരിക്കപ്പെടുന്ന പ്രദേശം അതും വളരെ ചെറുതായിരിക്കും. ഒരു ഭാഷയ്ക്കുള്ളിൽ തന്നെ അതേ ഭാഷയുടെ പല രൂപങ്ങളും നമുക്ക് കാണാൻ കഴിയും. ഓരോ പ്രദേശത്തിനനുസരിച്ച് അവിടുത്തെ സംസാര ഭാഷ വ്യത്യാസപ്പെട്ടിരിക്കുന്നു. ഇങ്ങനെയുള്ള ഭാഷാ രൂപങ്ങളെയാണ് ബോലി എന്ന് പറയുന്നത്. ഏക് ബോലി തബ് തക് ബോലി കഹി ജാത്തി ഹെ ജബ് തക് ഉസേ സാഹിത്യ ധർമ്മ യാ രാജനീതി കെ കാരൺ മഹത്വ പ്രാപ്ത് നഹി ഹോത്ത. എപ്പോൾ വരെ സാഹിത്യപരമായോ മതപരമായോ അല്ലെങ്കിൽ രാഷ്ട്രീയപരമായോ ആ ബോലിക്ക് മഹത്വം ലഭിക്കുന്നില്ലയോ അത്രയും കാലം ആ സംസാര ഭാഷയെ ബോലി എന്നാണ് വിളിക്കുന്നത്. ബോലിക്ക് സ്വന്തമായ ലിപി ഉണ്ടാവുകയില്ല. നമ്മുടെ ഒട്ടുമിക്ക നാടൻ പാട്ടുകളും നാടൻ കഥകളുമൊക്കെ ബോലി അല്ലെങ്കിൽ നാടൻ ഭാഷയിലാണ് എഴുതപ്പെട്ടിരിക്കുന്നത്. ഉപഭാഷ യാ വിഭാഷ किसी प्रदेश में प्रयुक्त बोलचाल की भाषा या बोली में साहित्य रचना की जाती है तब वह विभाषा या उपभाषा बन जाती है. കിസി പ്രദേശ് മേ പ്രയുക്ത ബോൽചാൽ കി ഭാഷ, അതായത് ഏതെങ്കിലും ഒരു പ്രദേശത്ത് സംസാരിക്കുന്ന സംസാര ഭാഷ അല്ലെങ്കിൽ ബോലി, ഇങ്ങനെ ഒരു പ്രദേശത്ത് സംസാരിക്കുന്ന സംസാര ഭാഷയാണ് ബോലി എന്ന് പറയുന്നത്. അങ്ങനെ ആ ബോലിയിൽ സാഹിത്യ രചനകൾ ഉണ്ടാകുമ്പോൾ അത് വിഭാഷ അല്ലെങ്കിൽ ഉപഭാഷയായി മാറുന്നു. आपस में समानता रखने वाले अनेक बोलियों में एक बोली राजनीतिक और सांस्कृतिक महत्व प्राप्त कर लेती है तो उसमें साहित्य की रचना होती है. പരസ്പരം സമാനതകളുള്ള അനേകം ബോലികളിൽ ഒരു ബോലി രാഷ്ട്രീയപരമായും സാംസ്കാരികപരമായും മഹത്വം പ്രാപ്തമാക്കുമ്പോൾ അതിൽ സാഹിത്യരചനകൾ ഉണ്ടാകുന്നു. തബ് വഹ് ബോലി വിഭാഷ യാ ഉപഭാഷ കാ നാം പ്രാപ്ത് കർ ലേത്തി ഹെ. അങ്ങനെ സാംസ്കാരികപരമായും രാഷ്ട്രീയപരമായും മഹത്വം ലഭിച്ച ഒരു ബോലിയിൽ സാഹിത്യരചന ഉണ്ടാകുമ്പോൾ അതിന് വിഭാഷ അല്ലെങ്കിൽ ഉപഭാഷ എന്ന പദവി ലഭിക്കുന്നു. ഉദാഹരണം के लिए പശ്ചിമി ഹിന്ദിക്ക് 5 ബോലിയാം ഹെ. ഉദാഹരണം പറയുകയാണെങ്കിൽ പശ്ചിമി ഹിന്ദിക്ക് 5 ബോലികളുണ്ട്. ഹിന്ദിക്ക് 5 ഉപഭാഷകളാണുള്ളത്. പശ്ചിമി ഹിന്ദി, പൂർവി ഹിന്ദി, പഹാഡി ഹിന്ദി, രാജസ്ഥാനി ഹിന്ദി, ബിഹാരി ഹിന്ദി. അവയിൽ പശ്ചിമി ഹിന്ദിയെക്കുറിച്ചാണ് നമ്മൾ പറയുന്നത്. പശ്ചിമി ഹിന്ദിയുടെ ബോലികളാണ് ഖടിബോലി, ब्रज, बांगरू, बुंदेलखंडी, कनौजी എന്നിവ. भक्ति काल में कृष्ण भक्ति के प्रभाव से ब्रज बोली में कई महत्वपूर्ण साहित्य लिखे गए जिसके कारण ब्रज बोली ब्रज भाषा के स्तर पहुंच गई. ഭക്തികാലത്ത് കൃഷ്ണഭക്തിയുടെ പ്രഭാവത്താൽ ബ്രജബോലിയിൽ അനേകം മഹത്വപൂർണമായ സാഹിത്യരചനകൾ എഴുതപ്പെട്ടു. ഇക്കാരണം കൊണ്ട് തന്നെ ബ്രജബോലി ബ്രജഭാഷ എന്ന പദവിയിലേക്ക് എത്തിച്ചേർന്നു. അതായത് ബ്രജബോലിയിൽ സാഹിത്യരചനകൾ ഉണ്ടായതോടുകൂടി ബ്രജബോലിക്ക് ബ്രജഭാഷ എന്ന പദവി ലഭിച്ചു. ഒരു ബോലിക്ക് ഭാഷ എന്ന പദവി കൈവരുന്നത് എങ്ങനെയാണ് എന്ന് നമുക്ക് നോക്കാം.
इसे പരിനിഷ്ഠിതി या टकसाली ഭാഷ भी कहते हैं. ഇതിനെ ശുദ്ധമായ അച്ചടി ഭാഷ എന്നും പറയും. एक भाषा क्षेत्र की कोई एक बोली जब व्याकरणबद्ध होकर साहित्य रचना में प्रविष्ट हो जाती है और सरकारी और गैर सरकारी कामकाज में भी उसका उपयोग किया जाता है और शिक्षा का माध्यम बन जाती है और पत्र पत्रिकाओं की भाषा बन जाती है, तब वह बोली भाषा का पद पाती है. एक भाषा क्षेत्र की कोई एक बोली जब व्याकरणबद्ध होकर साहित्य रचना के क्षेत्र में പ്രവിഷ്ട ഹോ ജാത്തി ഹെ. അതായത് ഏതെങ്കിലും ഒരു ഭാഷയിൽ അനേകം ബോലികളുണ്ട് എന്ന് നമ്മൾ പറഞ്ഞു. അതിലൊരു ബോലി അതിന് സ്വന്തമായ വ്യാകരണ ഗ്രന്ഥം അല്ലെങ്കിൽ വ്യാകരണ നിയമങ്ങൾ ഉണ്ടായിരിക്കും. അങ്ങനെ വ്യാകരണബദ്ധമായിക്കൊണ്ട് സാഹിത്യരചന ആ ബോലിയിൽ ഉണ്ടാകുന്നു. അതോടൊപ്പം തന്നെ സർക്കാരി और गैर सरकारी कामकाज में भी उसका उपयोग किया जाता है. ഗവൺമെൻറ്റിൻ്റെ ഔദ്യോഗികവും അനൗദ്യോഗികവുമായ പ്രവർത്തനങ്ങൾക്ക് ആ ഭാഷ ഉപയോഗിക്കുന്നു. അവർ ശിക്ഷാ മാധ്യം ബൻ ജാതി ഹെ. വിദ്യാഭ്യാസത്തിൻ്റെ മാധ്യമമായി തീരുന്നു. അവർ പത്രപത്രികാവോങ്കി ഭാഷ ബൻ ജാതി ഹെ. പത്രങ്ങളുടെയും പത്രികകളുടെയും ഭാഷയായി തീരുന്നു. അതായത് അച്ചടി മാധ്യമങ്ങളുടെ ഭാഷയായി തീരുന്നു. അങ്ങനെ അച്ചടി മാധ്യമത്തിൻ്റെ ഭാഷയാകണമെങ്കിൽ അതിന് സ്വന്തമായൊരു ലിപി വേണം. ഭാഷയ്ക്ക് സ്വന്തമായൊരു ലിപി ഉണ്ടായിരിക്കും. ഇങ്ങനെയൊക്കെ ആകുമ്പോഴാണ് ഒരു ബോലിക്ക് ഭാഷ എന്ന പദവി ലഭിക്കുന്നത്. അതായത് ഭാഷയിൽ സ്വന്തമായി സാഹിത്യരചന ഉണ്ടായിരിക്കണം. അതുപോലെ ഗവൺമെൻറ്റിൻ്റെ ഔദ്യോഗികവും അനൗദ്യോഗികവുമായ പ്രവർത്തനങ്ങൾക്ക് ആ ഭാഷ ഉപയോഗിക്കണം. വിദ്യാഭ്യാസത്തിൻ്റെ മാധ്യമമായി പ്രവർത്തിക്കണം. ഇപ്പം മലയാളം മീഡിയം എന്ന് പറയും പോലെ ഇംഗ്ലീഷ് മീഡിയം അങ്ങനെ പറയും പോലെ ആ ഭാഷയുടേതായ മാധ്യമം വിദ്യാഭ്യാസത്തിന് ഉപയോഗിക്കണം. അതുപോലെ അച്ചടി മാധ്യമങ്ങളുടെ ഭാഷയായിരിക്കണം. ഇങ്ങനെ ഒക്കെ വരുമ്പോഴാണ് ആ ബോലിക്ക് ഭാഷ എന്ന പദവി കൈവരുന്നത്. ബോലി എന്ന് പറയുന്നത് സംസാര ഭാഷ. അതിൽ സാഹിത്യരചന ഉണ്ടാകുമ്പോൾ അത് വിഭാഷ അല്ലെങ്കിൽ ഉപഭാഷയായി മാറുന്നു. പിന്നീട് ഭാഷയായി മാറണമെങ്കിൽ അതിൽ സാഹിത്യരചനയോടൊപ്പം തന്നെ ഗവൺമെൻറ്റിൻ്റെ ഔദ്യോഗികവും അനൗദ്യോഗികവുമായ പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കണം. വിദ്യാഭ്യാസത്തിൻ്റെ മാധ്യമമായിരിക്കണം. അച്ചടി മാധ്യമങ്ങളുടെ ഭാഷയും ആയിരിക്കണം. ഇത്രയും കാര്യങ്ങൾ ഉണ്ടാകുമ്പോഴാണ് ഒരു ബോലിക്ക് ഭാഷ എന്ന പദവി ലഭിക്കുന്നത്. राष्ट्रभाषा. एक राष्ट्र की अनेक प्रांतीय भाषाएं या भाषा परिवार हो सकते हैं. ഒരു രാഷ്ട്രത്തിന് അനേകം പ്രാദേശിക ഭാഷകളും ഭാഷാ കുടുംബങ്ങളും ഉണ്ടാകാം. നമ്മുടെ ഭാരതത്തിൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ നമ്മുടെ സംസ്ഥാനങ്ങൾ തന്നെ ഭാഷയുടെ അടിസ്ഥാനത്തിലാണ് രൂപീകൃതമായത്. അതുപോലെ ഒരുപാട് ഭാഷകൾ നമ്മുടെ ഭാരതത്തിലുണ്ട്. पर जब एक क्षेत्रीय भाषा राजनैतिक परिस्थितियों तथा ऐतिहासिक कारणों से अन्य भाषा क्षेत्रों में बोली या समझी जाती है और सार्वजनिक कामों में प्रयुक्त होने लगती है, तब उसे राष्ट्रभाഷ कहा जाता है. അതായത് ഏതെങ്കിലും ഒരു ഭാഷ അത് രാഷ്ട്രീയപരമായ കാരണങ്ങളാലും പരിസ്ഥിതികളാലും ചരിത്രപരമായ കാരണങ്ങളാലും മറ്റു ഭാഷകൾ സംസാരിക്കുന്ന പ്രദേശത്തും ആ ഭാഷ സംസാരിക്കുകയും അത് മനസ്സിലാക്കാൻ തുടങ്ങുകയും ചെയ്യുന്നു. അതുപോലെ പൊതുവായ കാര്യങ്ങൾക്ക് ആ ഭാഷ ഉപയോഗിക്കാനും തുടങ്ങുന്നു. അങ്ങനെ ഉപയോഗിക്കുമ്പോൾ അതിനെ രാഷ്ട്രഭാഷ എന്ന് വിളിക്കുന്നു. അതായത് അങ്ങനെ പൊതുവായ കാര്യങ്ങൾക്ക്, അതായത് ആ ഭാഷ ഉപയോഗിക്കുന്ന പ്രദേശത്തല്ലാതെ മറ്റു പ്രദേശത്തും ആ ഭാഷ സംസാരിക്കുകയും മനസ്സിലാക്കാനും തുടങ്ങുമ്പോൾ അതിനെ രാഷ്ട്രഭാഷ എന്ന് വിളിക്കുന്നു. ഭാരത് में खड़ी बोली हिंदी को यह पद प्राप्त हुआ है. ഭാരതത്തിൽ ഖടി ബോലി ഹിന്ദിക്കാണ് ഈ പദവി ലഭിച്ചത്. ഭാരതത്തിൽ എത്രമാത്രം പ്രദേശങ്ങളുണ്ടോ അത്രയും പ്രാദേശിക ഭാഷകളും ഉണ്ട്. എന്നാൽ കൂടുതൽ സ്ഥലത്തും സംസാരിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുന്ന ഭാഷ എന്ന നിലയിലാണ് ഹിന്ദി ഭാരതത്തിൻ്റെ രാഷ്ട്രഭാഷയായി മാറിയത്. ഒരു രാഷ്ട്രത്തിന് അനേകം ഔദ്യോഗിക ഭാഷകളുണ്ടായിരിക്കാം, എന്നാൽ രാഷ്ട്രഭാഷ ഒന്നായിരിക്കണം. 19-ാം നൂറ്റാണ്ടിൻ്റെ പകുതിയോടുകൂടി ഖടി ബോലി ഹിന്ദി സാഹിത്യ ഭാഷയായി മാറി. അതായത്
ഖടിബോലിയിൽ സാഹിത്യരചനകൾ ഉണ്ടായി. പതുക്കെ പതുക്കെ അതിനൊപ്പമുള്ള സഹോദര ഭാഷകളെ പിന്തള്ളിക്കൊണ്ട് അവ സംസാരിക്കുന്ന പ്രദേശത്തും വിദ്യാഭ്യാസം, സാഹിത്യം, സർക്കാരിൻ്റെ ഔദ്യോഗിക കാര്യങ്ങൾ തുടങ്ങിയവയ്ക്കൊക്കെ ഖടിബോലി ഹിന്ദി ഉപയോഗിക്കാൻ തുടങ്ങി. സാംസ്കാരികവും രാഷ്ട്രീയവുമായ രംഗത്ത് ഈ ഭാഷ ഉപയോഗിക്കാൻ തുടങ്ങി. ദയാനന്ദ സരസ്വതി, മഹാത്മാഗാന്ധി തുടങ്ങിയ മഹാപുരുഷന്മാർ ഹിന്ദിക്ക് പ്രോത്സാഹനം നൽകി. ഈശ്വർചന്ദ് വിദ്യാസാഗർ, രാജാ റാം മോഹൻ റോയ് തുടങ്ങിയവരുടെ പ്രവർത്തനങ്ങളും ഹിന്ദിയുടെ മഹത്വം വർദ്ധിപ്പിച്ചു.